ഹായ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നാം കോസ്റ്റ് അക്കൗണ്ടിങ് ചാപ്റ്റർ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ നാം സ്റ്റാൻഡേർഡ് കോസ്റ്റ് എ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് ആണെന്നും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നത് ഒരു കോസ്റ്റ് കൺട്രോൾ ടെക്നിക്കാണ് എന്നുമൊക്കെ പഠിച്ചു. നെക്സ്റ്റ് ഈ കൺട്രോൾ ടെക്നിക്കിൻ്റെ സ്റ്റെപ്സാണ് നമ്മൾ പഠിക്കുന്നത്. സ്റ്റെപ്സ് ഇൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഫസ്റ്റ് സ്റ്റെപ്പ് കോസ്റ്റ് സെൻറ്റർ തീരുമാനിക്കുക എന്നുള്ളതാണ്. കോസ്റ്റ് സെൻറ്റർ എന്നാൽ നമ്മൾ പഠിച്ചു ഒരു ലൊക്കേഷൻ, ഒരു പേഴ്സൺ, ഒരു മെഷീൻ, ഒരു എക്യുപ്മെൻറ്റ്, ഒരു ഡിവിഷൻ ഫോർ വിച്ച് കോസ്റ്റ് ഈസ് അസർട്ടൈൻഡ് ആൻഡ് യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ. ഏതൊന്നിനെ ബേസ് ചെയ്താണോ, ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിനെ അല്ലെങ്കിൽ പേഴ്സണിനെ, മെഷീനെ ബേസ് ചെയ്താണോ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതും കോസ്റ്റ് കൺട്രോളിന് വേണ്ടി നാം അടിസ്ഥാനമാക്കുന്നതും അതാണ് കോസ്റ്റ് സെൻറ്റർ. അത് മെഷീനാവാം, വ്യക്തിയാവാം, ഡിപ്പാർട്ട്മെൻ്റ് ആവാം. രണ്ടാമത്തതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്യുക, ഫിക്സിങ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. മൂന്നാമത്തതാണ് ആക്ച്വൽ കോസ്റ്റ് റെക്കോർഡ് ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പാണ് കമ്പാരിസൺ. എന്തും തമ്മിൽ കമ്പയർ ചെയ്യാം. ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും കമ്പയർ ചെയ്യാം. എന്തിനാണ് കമ്പയർ ചെയ്യുന്നത്? വേരിയൻസ് അനലൈസ് ചെയ്യാൻ. വേരിയൻസ് ഫേവറബിൾ ആവാം, അൺഫേവറബിൾ ആവാം. വേരിയൻസ് അഡ്വേഴ്സ് ആണ്, അൺഫേവറബിൾ ആണ് എങ്കിൽ എന്ത് ചെയ്യണം? അല്ലെങ്കിലും റിപ്പോർട്ട് ചെയ്യണം. അഡ്വേഴ്സ് ആണെങ്കിൽ എന്തായാലും എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് ഇമ്മീഡിയറ്റ് ആക്ഷന് സ്റ്റെപ്പ് എടുക്കണം. ഇത്രയും സ്റ്റെപ്പുകളാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിന് ഉള്ളത്. നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്താൽ ഒരു മാനുഫാക്ചറിങ് സ്ഥാപനത്തിന് ലഭിക്കുക? അതിനാണല്ലോ നാം അഡ്വാൻറ്റേജസ് എന്ന് വിളിക്കുന്നത്. മറ്റൊന്ന്, എന്തൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്? അഡ്വാൻറ്റേജ് നമുക്കറിയാം. ഒന്ന്, അത് കോസ്റ്റ് കൺട്രോളിനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. കോസ്റ്റ് കൺട്രോൾ ഹെൽപ്സ് കോസ്റ്റ് കൺട്രോൾ. രണ്ടാമത്തത് പെർഫോമൻസ് മെഷർ ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വൽ പെർഫോമൻസും അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻ്റൽ പെർഫോമൻസ് മെഷർമെൻറ്റ്. മൂന്നാമത്തത് MBE ആണ്, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. നമുക്കറിയാം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനൊക്കെ വെരി ലിമിറ്റഡ് ടൈമാണ് ഉണ്ടാവുക. അവരൊക്കെ ഹൈലി ക്വാളിഫൈഡ് പേഴ്സൺസാണ്. ഇപ്പോൾ CMA CA ഒക്കെ കഴിഞ്ഞ് ഒരു 5-10 വർഷം എക്സ്പീരിയൻസ് ഒക്കെ നേടിക്കഴിഞ്ഞാൽ CEO ലെവലിലെത്തും. അവിടെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഏതാണ്ട് എല്ലാവരും ഹൈലി ക്വാളിഫൈഡും നല്ല തിരക്കുള്ള ആളുകളുമായിരിക്കും. അവരുടെ ചെവിയിലൊന്നും ചെറിയ കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അവർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളിലെ അവർ ഇൻവോൾവ് ചെയ്യും. അതിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് വെരി ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളിൽ ഇടപെടുക, ബാക്കി റൂട്ടീൻ കാര്യങ്ങളൊക്കെ താഴത്തെ ലെവലിലേക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനാണ് MBE, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മോട്ടിവേഷൻ. ഒരു ടാർഗറ്റും അഥവാ സ്റ്റാൻഡേർഡ് കോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഒരു ടാർഗറ്റാണത് ഉണ്ടെങ്കിൽ എംപ്ലോയീസിനെ അത് മോട്ടിവേറ്റ് ചെയ്യും. കാരണം നല്ല ഇൻസെൻറ്റീവ് ഒക്കെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. മറ്റൊന്നാണ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുക. ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്. ഞാൻ പറഞ്ഞല്ലോ, മോസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളത്. പക്ഷേ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഉള്ളിടത്ത് അത് സംവാട്ട് ഈസി ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്. എന്നാൽ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് കരുതി ഡീമെറിറ്റ്സ് ഇല്ലാതിരിക്കുന്നുണ്ടോ? ഇല്ല, ഡീമെറിറ്റ്സും ഉണ്ട്. അതിനാണ് നമ്മൾ ലിമിറ്റേഷൻസ് പറയുന്നത്. ഒന്ന്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കോസ്റ്റ്ലിയാണ്. വലിയ സ്ഥാപനങ്ങൾക്കൊന്നും ആ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒന്ന്. രണ്ടാമത്തത് സർവീസ് മേഖലയിൽ
ഇത് സ്യൂട്ടബിൾ അല്ല. പ്രൊഡക്ഷൻ മേഖലയിലെ അത് സ്യൂട്ടബിൾ ഉള്ളൂ. മൂന്നാമത്തത് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് വെരി ഡിഫിക്കൽട്ടാണ്. നല്ല നോളജും എസ്റ്റിമേഷനും ഒക്കെ വേണം എന്ത് ഫിക്സ് ചെയ്യാൻ, സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ. അത് വെരി ഡിഫിക്കൽട്ടാണ്. മറ്റൊന്ന്, ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡ് ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യണം. കാരണം സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് എന്തും മാറിക്കൊണ്ടിരിക്കണം, സ്റ്റാൻഡേർഡും മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ റിവിഷൻ മസ്റ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡിഫറെൻറ്റ് ടൈപ്പ് സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഐഡിയൽ സ്റ്റാൻഡേർഡ് അതൊരിക്കലും ഇന്ത്യ രാജ്യത്തൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നോ വേസ്റ്റേജ്, നോ ഐഡിൽ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് നോ ഇൻഎഫിഷ്യൻസി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതേപോലെ കറൻറ്റ് സ്റ്റാൻഡേർഡ് അത് ചിലപ്പോൾ ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ കൊറോണ വന്നു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ടേം ആണ് എങ്കിൽ നമുക്ക് കറൻറ്റ് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യാം. ഇതുവരെ നമ്മൾ യൂസ് ചെയ്ത സ്റ്റാൻഡേർഡ് ഈ COVID-19 സമയത്ത് പറ്റില്ല. കാരണം ഔട്ട്പുട്ടും നേരത്തെ ഉള്ളതുപോലെ ആയിരിക്കില്ല, മാനുഫാക്ചറിങ് പ്രോസസ്സും ലേബറും ഒന്നും നേരത്തെ ഉള്ളതുപോലെ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് കറൻറ്റ് സ്റ്റാൻഡേർഡ്, കറൻറ്റ് സിറ്റുവേഷൻ നോക്കിയിട്ട് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യേണ്ടി വരും. മറ്റൊന്നാണ് ഹിസ്റ്റോറിക്കൽ സ്റ്റാൻഡേർഡ്. പാസ്റ്റ് നമ്മൾ ഉപയോഗിച്ച സ്റ്റാൻഡേർഡാണ്, എന്നാൽ അത് സ്യൂട്ടബിൾ ആയിക്കൊള്ളണമെന്ന് ഇല്ല. പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് അറ്റൈനബിൾ സ്റ്റാൻഡേർഡോ നോർമൽ സ്റ്റാൻഡേർഡോ ആയിരിക്കും. നോർമൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം സ്റ്റാൻഡേർഡാണ്, ഒരു ആവറേജ് ബേസ്ഡ് സ്റ്റാൻഡേർഡ് തീരുമാനിക്കുന്നതാണ്. ഓക്കെ, അറ്റൈനബിൾ സ്റ്റാൻഡേർഡാണ്, അഥവാ നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡാണ് അറ്റൈനബിൾ സ്റ്റാൻഡേർഡ്. അപ്പോൾ ഏത് സ്റ്റാൻഡേർഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നും യൂസ് ചെയ്താൽ അത് ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യേണ്ടി വരും എന്നൊക്കെ ഉള്ളത് എന്താണ് ഇതിൻ്റെ ലിമിറ്റേഷൻസാണ്. മറ്റൊരു കൂട്ടർ ഒരു ലിമിറ്റേഷൻ കൂടെ പറയുന്നുണ്ട്. കാരണം സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്താൽ ഈ എംപ്ലോയീസ് പിന്നെ സ്റ്റാൻഡേർഡിൻ്റെ അപ്പുറത്തേക്ക് പോയിക്കൊള്ളണമെന്നില്ല. വർക്ക് ചെയ്താൽ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് എത്തിയല്ലോ, ഇനി അത് ഓവർടേക്ക് ചെയ്യണ്ട എന്നൊരു തീരുമാനം തൊഴിലാളികൾ തീരുമാനിച്ചേക്കും എന്ന് ഒരു ലിമിറ്റേഷൻ പറയുന്നുണ്ട്. പക്ഷേ അതിന് ഇൻസെൻറ്റീവ് കൊടുത്താൽ അത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കൊച്ചു പ്രോബ്ലംസ് പഠിക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലെ കൊച്ചു പ്രോബ്ലംസ് 2 എലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസേ നമ്മളോട് ചോദിക്കും, ഡീപ്പായിട്ട് നമ്മളോട് ചോദിക്കില്ല. ഒന്ന് മെറ്റീരിയൽ വേരിയൻസിൻ്റെത്, മെറ്റീരിയൽ വേരിയൻസിൻ്റെ പ്രോബ്ലം. വേരിയൻസ് ഇത് പഠിച്ചാൽ ലേബർ വേരിയൻസും വെരി ഈസിയാണ്. മെറ്റീരിയൽ വേരിയൻസ് 5 ഉണ്ട്, പക്ഷെ നമ്മളോട് ആദ്യത്തെ 3 നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. ഒന്ന് MCV, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. MCV, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. ഒന്ന് ലൈറ്റ് ഒന്ന് ക്ലിയർ ആക്കട്ടെ. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഇതിൻ്റെ ഫോർമുല SQ ഇൻറ്റു SP മൈനസ് AQ ഇൻറ്റു AP എന്നാണ്. SQ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് പ്രൈസ് എന്നാണ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. SP എന്നാൽ സ്റ്റാൻഡേർഡ് പ്രൈസാണ്. AQ എന്നാൽ ആക്ച്വൽ ക്വാണ്ടിറ്റിയാണ്, ആക്ച്വൽ ക്വാണ്ടിറ്റി. AP എന്നാൽ ആക്ച്വൽ പ്രൈസുമാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയെ സ്റ്റാൻഡേർഡ് പ്രൈസ് കൊണ്ട് ഇൻറ്റു ചെയ്യുക, ആക്ച്വൽ ക്വാണ്ടിറ്റിയെ ആക്ച്വൽ പ്രൈസ് കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇതാണ് MCVൻ്റെ ഫോർമുല. നെക്സ്റ്റ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. MPV, പ്രൈസിൽ ഡിഫറൻസ് വരുന്നത് കൊണ്ടുള്ള വേരിയൻസ് ആണ് MPV. ഇതിൻ്റെ ഫോർമുല AQ, ആക്ച്വൽ ക്വാണ്ടിറ്റി, ഇൻറ്റു SP മൈനസ് AP. SP എന്നാൽ സ്റ്റാൻഡേർഡ് പ്രൈസും AP എന്നാൽ ആക്ച്വൽ പ്രൈസും.
നെക്സ്റ്റ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് MUV. ഇതിൻ്റെ ഫോർമുല ഇക്വേഷന് SP ഇൻറ്റു SQ മൈനസ് AQ. ഇതാണ് ഫോർമുല. എല്ലാവരും റെക്കോർഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നോക്ക് ക്വസ്റ്റ്യന്. സ്റ്റാൻഡേർഡ് പ്രൈസ് ഫിക്സ് ചെയ്തത് 6 ആണ്, ₹6 സ്റ്റാൻഡേർഡ് പ്രൈസ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്തത് 100 ആണ്. ഓക്കെ. ആക്ച്വൽ പ്രൈസ് വന്നത് 8 ആണ്. ആക്ച്വൽ പ്രൈസ് വന്നത്, പക്ഷേ ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്തത് 95 ആണ്. ആക്ച്വൽ ക്വാണ്ടിറ്റി വന്നത് 95 ആണ്. ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എല്ലാ പ്രോബ്ലം ഇങ്ങനെ ചെയ്താൽ മതി. ആദ്യം നമുക്ക് MCV കാണാം. MCV മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഫോർമുല അത് എഴുതാം. എന്നിട്ട് എഴുതാം എന്താ എഴുതേണ്ടത്? SQ 100 ഇൻറ്റു SP ഏതാ 6 മൈനസ് പിന്നെന്താ എഴുതേണ്ടത്? AQ എത്രയാ 95 ഇൻറ്റു പിന്നെന്താ എഴുതേണ്ടത്? AP ആക്ച്വൽ പ്രൈസ് 8. ചെയ്ത് നോക്കിയാ ഇവിടെ 600 100 ഇൻറ്റു 6 600 മൈനസ് ഇവിടെ നോക്കുക എത്രയാ നോക്ക് 95 ഇൻറ്റു 8 5 40ക്ക് 0 ബാക്കി 4 9 8 72 9 8 72 നേരെ 9 5 40 72 4 76 760. 600 മൈനസ് 760 എന്നാണ്. അപ്പോൾ 160 മൈനസ് ആണ്. 160 മൈനസ് ആണെങ്കിൽ നമ്മൾ പറയും അഡ്വേഴ്സ് ആണ്, അൺഫേവറബിൾ നമ്മൾ പറയാം. അഡ്വേഴ്സ് അൺഫേവറബിൾ. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഏതാ കണ്ടത്? MCV ആണ്. നമുക്ക് എത്ര ആൻസർ കിട്ടിയത്? 160 അൺഫേവറബിൾ. നെക്സ്റ്റ് നാം MPV കാണുക. MPV ഫോർമുല ഇത് AQ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാ 95 ഇൻറ്റു SP എത്രയാ SP 6 മൈനസ് AQ എത്രയാ 8. അപ്പോൾ ഇത് ആദ്യം ചെയ്യണം, ബ്രാക്കറ്റിനുള്ളിലുള്ളത്. അപ്പോൾ 2 ഇൻറ്റു 95 എത്ര വരിക 190. അഡ്വേഴ്സ് അല്ലേ? അഡ്വേഴ്സ് മൈനസ് അൺഫേവറബിൾ 190. ഇനി നമുക്ക് MUV ചെയ്യാം. MUVൻ്റെ ഫോർമുല SP ഇൻറ്റു SQ മൈനസ് AQ. SP എത്രയാ? SP 6. SQ എത്രയാ 100 മൈനസ് AQ എത്രയാ 95. അപ്പോൾ ആദ്യം ഇത് ചെയ്യണം. ഇത് എത്രയാ 5 പോസിറ്റീവാണ്. 100 മൈനസ് 95. ദെൻ ഇനി നോക്ക് 5 ഇൻറ്റു 60 എത്രയാ 30. ഇത് ഫേവറബിളാണ്. 190 അൺഫേവറബിളാണ്. ഇനി ഇതിൻ്റെ നോക്ക്, ഇതിൻ്റെ ഡിഫറൻസ് നോക്ക്. ഇത് അൺഫേവറബിൾ മൈനസ്, ഇത് പ്ലസും. ഇതിൻ്റെ ഡിഫറൻസ് എത്രയാ 160 അൺഫേവറബിൾ. അതല്ലേ ഈ ആൻസർ നോക്ക്. അതായത് MPVയും MUVയും കൂടെ കൂട്ടിയാൽ MCV കിട്ടും. ഒന്നുകൂടെ ഓർക്കാം. MCV എന്ന് പറഞ്ഞാൽ MCV സീക്വൽ എന്തൊക്കെ കൂട്ടിയതായിരിക്കും? MPV പ്ലസ് MUV ആയിരിക്കും. ഇതാണ് മെറ്റീരിയൽ വേരിയൻസിൻ്റെ നാം പഠിക്കേണ്ട ഫോർമുല. ഇനി ഇതേപോലെ ലേബർ വേരിയൻസും 5 ടൈപ്പ് ഉണ്ട്, അല്ല 6 ടൈപ്പ് ഉണ്ട്. പക്ഷേ നമുക്ക് ആദ്യത്തെ 3 ടൈപ്പ് നമ്മളോട് ചോദിക്കും. ലേബർ വേരിയൻസ് ആദ്യം ലേബർ കോസ്റ്റ് വേരിയൻസ് LCV. ഫോർമുല SP എന്നുള്ളതിന് പകരം SR എന്ന് പറയാം.
സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ടൈം SR ഇൻറ്റു ST മൈനസ് ആക്ച്വൽ റേറ്റ് AR ഇൻറ്റു AT ആക്ച്വൽ ടൈം. ഓക്കെ, അടുത്തത് ലേബർ പ്രൈസ് എന്നുള്ളതിന് ലേബർ റേറ്റ് വേരിയൻസ് LRV എന്നാണ് പറയാം. അതിൻ്റെ ഫോർമുല AT ആക്ച്വൽ ടൈം ഇൻറ്റു SR സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് AR. നെക്സ്റ്റ് ലേബർ എഫിഷ്യൻസി വേരിയൻസ് യൂസേജ് എന്നുള്ളതിന് ലേബർ എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയാം. അതിൻ്റെ ഫോർമുല SR ഇൻറ്റു ST മൈനസ് AT. ഇവിടെ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ഇതാ ഇങ്ങനെ. സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്തത് 40 hours 40 മണിക്കൂർ. സ്റ്റാൻഡേർഡ് റേറ്റ് ഒരു മണിക്കൂറിന് 10 രൂപ. ആക്ച്വൽ ടൈം എടുത്തത് 50 മണിക്കൂർ 50 hours. ആക്ച്വൽ റേറ്റ് ആവശ്യപ്പെട്ടത് 12 ആക്ച്വൽ റേറ്റ് കൊടുക്കേണ്ടി വന്നത്. നമുക്കിനി ചെയ്യാം. LCV ഈ ഫോർമുല എഴുതാം. SR ഇൻറ്റു ST. SR എത്രയാ? 10. ST എത്രയാ? 40. മൈനസ് ST എത്രയാ? AR എത്രയാ? ആക്ച്വൽ റേറ്റ് 12 ഇൻറ്റു എത്ര? ആക്ച്വൽ ടൈം 50 hours. ഇനി നോക്ക്. 10 ഇൻറ്റു 40 400 മൈനസ് 12 ഇൻറ്റു 50 600. എത്ര? 200 അഡ്വേഴ്സ് അൺഫേവറബിൾ മൈനസ്. നെക്സ്റ്റ് LRV ഫോർമുല നോക്ക്. AT ആക്ച്വൽ ടൈമാണ്. ആക്ച്വൽ ടൈം 50 ഇൻറ്റു SR എത്ര? സ്റ്റാൻഡേർഡ് റേറ്റ് 10 മൈനസ് ആക്ച്വൽ റേറ്റ് 12. ഇത് ചെയ്ത് നോക്ക്. 2 ഇൻറ്റു 50 എത്ര? 100 മൈനസ് 10 12 പോയാൽ മൈനസ്. ഓക്കെ, ഇനി ഒന്നുകൂടെ ചെയ്യണം. അതേതാ? LEVൻ്റെ ഫോർമുല എന്താ? SR എന്താ? 10. ദെൻ സ്റ്റാൻഡേർഡ് ടൈം എത്ര? 40. ആക്ച്വൽ ടൈം എത്ര? 50. ആദ്യം വിതിൻ ബ്രാക്കറ്റിനുള്ളത് വിതിൻ ബ്രാക്കറ്റ് 10. ഇത് 10 മൈനസ് 10 ഇൻറ്റു 10 മൈനസ് 100. മൈനസ് 100 എന്ന് പറഞ്ഞാൽ അൺഫേവറബിളാണ്. ഇത് 100 അൺഫേവറബിള്, ഇതും അൺഫേവറബിള്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയാൽ ഈ 200 മൈനസ് 100 പ്ലസ് മൈനസ് 100 പോസിറ്റീവ് അല്ല, മൾട്ടിപ്ലൈ ചെയ്യല്ല, കൂട്ടുകയാണ്. 2 ലോസ് കൂട്ടിയാൽ പ്രോഫിറ്റ് ആവില്ല. 2 മൈനസ് കൂട്ടിയാൽ വലിയൊരു മൈനസ് 200. ചെറിയ ക്ലാസ്സിൽ നിന്ന് ചില കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. മൈനസും കൂട്ടിയാൽ പ്ലസ് എന്നൊക്കെ മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ 2 ലോസ് കൂട്ടിയാൽ പ്രോഫിറ്റ് ആവണമല്ലോ. ഓക്കെ, 2 ചിലവ് കൂട്ടിയാൽ ഇൻകം ആവണമല്ലോ. അങ്ങനെ അല്ല കേട്ടോ. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ നമ്മൾ പഠിക്കേണ്ട കൊച്ചു പ്രോബ്ലംസ് 2 എണ്ണം. മെറ്റീരിയൽ വേരിയൻസും ലേബർ വേരിയൻസും. ഇപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിനെ കുറിച്ചുള്ള നമ്മുടെ സിലബസിലുള്ള ബ്രീഫ് ഡിസ്കഷൻ കംപ്ലീറ്റഡ്.